warahmatullahi wabarakatuh. Suratul Waqiah. അള്ളാഹു ചൊല്ല വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. നിങ്ങളെ ജീവിത മാർഗമേ നിങ്ങൾ കളവാക്കിക്കൊണ്ടുള്ളാറ്, കളവ് ചൊന്നുകൊണ്ടുള്ളാറ്. ഇത് നിങ്ങളെ ജീവിത മാർഗമേ നിങ്ങൾ ആക്കിക്കൊണ്ടുള്ളാറ് ചൊന്നിട്ടു പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നിൽ ചൊല്ലാൻ പറ്റുള്ളൂ. കളവുടെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹം കൊടുക്കില്ല. കളവ് ചൊല്ലും തീരാ ചൊന്നുണ്ടായിട്ടിക്കറ് ഞങ്ങളെ മുന്നിൽ പരിശുദ്ധ ഇസ്ലാം ചൊല്ല്. ഒറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നിട്ട് ഒരാൾ കേക്കട്, നബിയെ അയസ്നിൽ മുഅ്മിൻ യാ റസൂലുള്ളാഹ്. നബിയെ ഒരു മുഅ്മിനായ മനുഷ്യ വ്യഭിചാരാക്കുവാന, വ്യഭിചാര ഒരു മുസ്ലിമായ മനുഷ്യരുടെ ഇങ്ങനെ നബി തങ്ങളിലേക്ക് ഒരാൾ വന്ന് കേക്കട്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഞാൻ ചിലപ്പ ഒരു മുഅ്മിനായ മനുഷ്യരുടെയിലും വ്യഭിചാരം വന്നു പോകും ചൊന്നിട്ടായിട്ട് നബി തങ്ങൾ ചൊല്ലു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ നബി തങ്ങളുടെ രണ്ടാമതായി കേക്കട്, അയസ്രിഖുൽ മുഅ്മിനു യാ റസൂലുള്ളാഹ്. നബിയെ ഒരു മുഅ്മിനായ മനുഷ്യ കക്കുവാന ചൊല്ലു കേട്ടു. കക്കുവാന കക്കടെ സ്വഭാവ ഒരു മുഅ്മിനായ മനുഷ്യരെ ഇക്കുവാ ചൊന്നിട്ടു നബി തങ്ങളുടെ കേൾക്കുമ്പോ അപ്പ നബി തങ്ങൾ ചൊന്നു, അതെ മുഅ്മിനായ മനുഷ്യരുടെ കക്കടെ സ്വഭാവം ഇക്കോ ചൊന്നു കക്കുവാണ്ട്. മൂന്നാമതേ എടുത്ത് അയക്ദിബുൽ മുഅ്മിനു യാ റസൂലുള്ളാഹ്. നബിയെ ഒരു മുഅ്മിനായ മനുഷ്യ കളവ് ചൊല്ലുവാണ് ചൊല്ലിക്കെടുത്തു. കളവ് ഒരു മുഅ്മിനായ മനുഷ്യരുടെ ബായിൽ വരുവാ ചൊല്ലി കേൾക്കുമ്പോഴത്തേക്കും അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഇല്ല ഇല്ല, മുഅ്മിനായ മനുഷ്യ വൃത്തിണ്ടായെങ്കിൽ അവന്റെ നാവില് കളവ് പറയല ചൊല്ലുണ്ടായിട്ടിക്കര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ടും ചൊന്ന സംഭവമായിട്ടിക്കര് ഇമാമിയ അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചാറ്. ഒരു മുഅ്മിനായ മനുഷ്യരുടെ നാവിലു കളവ് പറയല ചൊല്ലിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതായിട്ടിക്കര് കളവ് ഒരിക്കലും നാവില് ബറാത്ത പോലെ ജാഗ്രത ആക്കണം ചൊല്ലിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസായിട്ടിക്കര് അതിൽ ചൊല്ലു, ഒർക്ക ജഅത്നി ഉമ്മി യൗമൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ ഫീ ബൈതിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്തരിങ്ങനെ തിരിച്ചോണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റബീ റളിയല്ലാഹു അൻഹു ചൊല്ലേ, നന്റെ ഒർക്ക നബി സല്ലല്ലാഹു നന്റെ ഉമ്മ നന്റെ വിളിച്ചിട്ട് എന്നിട്ട് കൈ കാട്ടിട്ട് ഹാ താൽ ഓനെ ബാ ബാ തണ്ട തണ്ട ചെന്നിട്ടു ആര് വിളിച്ചേ? അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചൊല്ലേ, നന്റെ ഉമ്മ കൈ ഇങ്ങനെ കാട്ടിട്ട്, സാധാരണ ഞങ്ങളെ മക്കളെ കൈ കാട്ടി ഞങ്ങൾ വിളിക്കുക ഇതാ ഉദാങ്ങവാ എന്നാ തണ്ട തണ്ട ചെന്നിട്ട് ഇങ്ങനെ കാട്ടില്ലേ, ചോക്ലേറ്റ് തന്നെ ചെന്നിട്ട് ഇങ്ങനെ കൈ കാട്ടിട്ട് ഞങ്ങളെ മക്കളെ ഞങ്ങൾ വിളിക്കണം. അപ്പ ഈ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചൊല്ലേ, നന്റെ ഉമ്മ ഇങ്ങനെ കൈ കാട്ടിട്ട് നന്റെ വിളിച്ചിട്ട് ഞങ്ങൾ ഔത്തുലായെങ്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടു അങ്ങനെ തന്റെ ഒരു വസ്തു തന്നെ ചെന്നിട്ട് ഇങ്ങനെ കാട്ടി വിളിച്ചിട്ട് അപ്പ ഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അറത്തി അൻ തുഅതിയഹു. നബി തങ്ങൾ അപ്പൊക്കെ എടുത്ത് ഉമ്മയുടെ ഇട്ടിക, അല്ല ഉമ്മ നിങ്ങ വെറുതെ ഇങ്ങനെ കൈ കാട്ടിട്ട് വിളിച്ചമ്മ അല്ല എന്തെങ്കിലും കൊടുക്കണോ വിചാരിച്ചാറൊന്ന് എടുത്ത് വെറുതെ ഞങ്ങളെ മക്കളെ ഞങ്ങൾ വിളിക്കാനല്ലേ വെറുതെ ഇതാ എന്തെങ്കിലും തണ്ട ചെന്നിട്ട് ഇങ്ങനെ കൈ കാട്ടിട്ട് ഞങ്ങൾ വിളിക്കിற മക്കളെ മക്ക മുട്ട പറഞ്ഞു വേണ്ടിയിട്ടു. അപ്പൊ നബി തങ്ങൾക്ക് എടുത്ത്, അല്ല ഉമ്മ പിന്നെ നിങ്ങ മോന്റെ വിളിച്ചിരെ വെറുതെ ഇങ്ങനെ കൈ കാട്ടിട്ടല്ല എന്തെങ്കിലും കൊടുക്കണോ വിചാരിച്ചാറാണ്ട്. അപ്പ അയിമ ചൊന്തു, അതെ നാന നബിയെ ഒരു കാരക്ക കയ്യിൽ പിടിച്ചിട്ടായിട്ട് വിളിച്ചിരുണ്ട്, വെറുതെ ഇങ്ങനെ കൈ കാട്ടിട്ട് വിളിച്ചിരല്ല ഒരു കാരക്ക ഇങ്ങനെ കൊടുക്കണം വേണ്ടിട്ട് വിളിച്ചിരേ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കോ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, അമാ ഇന്നകി ലൗ ലം തുഅതിഹി ശൈഅൻ കുതിബത അലൈകി കിസ്ബ. ഉമ്മ നിങ്ങ മാത്തു ആ സന്ദർഭത്തിൽ മാത്തു വെറുതെ മാത്തു കൈ കാട്ടിട്ട് ഇങ്ങനെ കിടാവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കളവായിട്ട് റബ്ബിടെ മുതലു ഇപ്പോ പിന്നെ റബ്ബിടെ മുതലു അത് രേഖപ്പെടുത്തിട്ട് ആവാന്ന് ചൊല്ലുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ നിങ്ങളെ മോണ്ട് നിങ്ങ വെറുതെ കൈ കാട്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിലും റബ്ബിടെ മുതലത് റെക്കോർഡ് എന്തിരെ നിങ്ങൾ കളവ് ചെന്നാലോ ചൊന്നിട്ടായിട്ട് അള്ളാഹുടെ മുതലത് റെക്കോർഡായിട്ട് ചൊന്നിട്ടു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന സംഭവ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കലുണ്ടായെങ്കിൽ ഇതേപോലെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാം ചൊല്ലുണ്ടായെങ്കിൽ തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 7000 ചില്ലറത്തോളം ഹദീസ് ഉണ്ട്. പ്രതി ഓരോരോ ഹദീസും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതിൽ എഴുതുമ്പോഴത്തേക്കും കുൽസിട്ട് ജനറക്കാ നിസ്കരിച്ചിട്ടായിട്ട് എഴുതിരെ
ಪ್ರತಿ ಓರೋರ ಹದೀತು ನೀವೊಂದು ಅರ್ಥ ಹಾಕೋರು ಓರೋರ ಹದೀತು ಎಲ್ದಂಬತ್ತಿಗೂ കുലിച്ചിട്ട് ജണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ടായിട്ട് കിരൽതിര് മാത്രല്ല ഒരു ഹദീസ് ഒരാളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടോ വിഷയം കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ ടോട്ടലി ബയോഡേറ്റ ഇമാം ബുഖാരിലെല്ലാം എടുക്കും. ഉദാഹരണക്ക് ഇപ്പം ഈലിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊന്ന ഒരു ഹദീസ് ഈല മുട്ട ഉണ്ടോ ചൊന്ന് കൊന്തായെങ്കിലും അതിൽ ടോട്ടലി ഹിസ്റ്ററി പഠിക്കും. ഹിസ്റ്ററി എവിടത്തോളം ചൊന്നിട്ടുണ്ടെങ്കിൽ അതിൽ ലൈഫിൽ വർക്കെങ്കിലും കലവ് ചൊന്നാ ചൊന്നിട്ട് പഠിക്കും. അങ്ങനെ കലവ് ചൊന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഹദീസ് എടുക്കല. എത്ര സൂക്ഷ്മയായിട്ട് ഇമാം ബുഖാരിലുള്ളതാണോ സഹീൽ ബുഖാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതേല്ലേ ഖുർആൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ പ്രൂഫായ ഗ്രന്ഥത്തിലെ സഹീൽ ബുഖാരി ആയിട്ട് ഖുർആൻ വിട്ടുണ്ടെങ്കിലും പിന്നെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കണമല്ല കിതാബ് ഏത് സഹീൽ ബുഖാരി. അപ്പൊ ഈ ബുഖാരി ഇമാം ഈ കിതാബിലും അത്രയും ജാഗ്രതയാക്കിയിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് വെച്ചത്. അങ്ങനെ ഒരു നാള് ഇമാം ബുഖാരിലുള്ളതാണോ ഒരു വിഷയം എടുത്ത് എന്തിനു ചൊന്നെങ്കിൽ നബി തങ്ങൾ ഹദീസ് എത്രമാ ദൂരത്തിൽ ഒരാളയിൽ ഉണ്ടോ ചൊല്ലൊരു വിഷയ ഇമാം ബുഖാരിലുള്ളതാണ് കിട്ടി. അതിലെ കയ്യിൽ ഒരു ഹദീസ് നബി തങ്ങൾ ചൊന്നിട്ട് അതിൽ ഗൊന്തുണ്ടോ ചൊന്നിട്ടുള്ള ഒരു വിഷയം കിട്ടിയിട്ടാകുമ്പോഴത്തേക്കും ഇമാം ബുഖാരിലുള്ളതാണ് എന്താക്കിട്ട് നടന്നിട്ട് അവിടെ നടന്നിട്ട് കുറെ ദൂരമായിട്ട് പോണു. അവിടെ പോയിട്ട് നോക്കുമ്പോ കയറെന്താക്കിയോണ്ട് കൊണ്ടുണ്ടാവും ഈയല്ലേ പോയ ആ ടൈമിലായിട്ട് ആ മനുഷ്യരുടെ വൺട്ടെ തപ്പാടിട്ട് പോയിട്ട് തപ്പാട്ടിട്ട് ദൂരെ പോയിട്ട് അത് നിന്നിട്ടുണ്ട്. ഈയലെന്താക്കിയിട്ടുണ്ട് കൊണ്ടുണ്ടാ ഈയല് ഒരു തുണിയുടെ ഒരു തട്ടത്തെ അതിലുള്ള കൊരിയ ഗോതിയെ പോലെ ഇങ്ങനെ കാട്ടിട്ട് ഇങ്ങനെ അതിലിങ്ങനെ മുട്ട വിളിച്ചോണ്ടുള്ളൂ. ദൂരല്ല വൺട്ടെ തപ്പാട്ടി ഓടിയ വൺറ്റഡ് ഇങ്ങനെ കാട്ടിട്ടായിട്ട് ഇങ്ങനെ വിളിക്കരുത്. എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ തിന്നുക സണ്ടാച്ച് വന്നിട്ട് കാട്ടിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടുള്ളൂ. ഇത് ബുഖാരി മാമു ദൂരത്തിലേ ഇങ്ങനെ കണ്ടോണ്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ. അങ്ങനെ എന്തായി തോന്നുന്നുണ്ടാകും ആ ಒಂಟೆ മുട്ട വന്നിട്ടാകുമ്പോത്തുക ഈയല് ആ ഒട്ടട എന്താക്കിട്ട് ഒട്ടടെ പിടിച്ചിട്ട് അപ്പൊ ബുഖാരി മാമറിലാണ് അവിടേക്ക് ഡയറക്റ്റ് എൻട്രായിട്ട് ബുഖാരി മാമക്ക് എടുത്ത് അല്ല നിങ്ങ ആ ഒട്ടടെ മുട്ട പറഞ്ഞുപേനായിട്ട് നിങ്ങൾ എന്താക്കിയാറ് ഈ തട്ടത്തില് നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ ചൊന്നിട്ട് നിങ്ങൾ കാട്ടിട്ട് വിളിച്ചാറല്ലേ എന്തെങ്കിലും അതിൽ ಇಂತ ചൊന്ന് എടുത്ത് അതായത് എന്തിനാന്ന് ചൊന്ന എന്തിനുണ്ട് അതിലെന്തെങ്കിലും ಇಂತ ചൊന്ന് എടുത്ത് ಅಪ್ಪ ಇಮಾಮ್ ಬುಖಾರಿ ಅಯಚುಂಟು ಇಲ್ಲ ನಾ ಬೆರ್ದೆಗದ್ರೆ ಸೋಪಾಟಿ ಅಯಚುಂಟು ನಾನು ಬೆರ್ದೆಗೊಂದು ಅದು ಮುಟ್ಟ ವರ್ಣ ವೇಲಿಟ್ಟು ಈಯನ ಕಾಟಿಟ್ಟು ನಾನು ವಿಳಿಚುಂಟು ಅಪ್ಪ ಇಮಾಮ್ ಬುಖಾರಿ ಚುಂಟು ಓ ನಿಂಗೆಲ್ಲ ಹದೀಸ್ನ ಕಾವಲ ಇಮಾಮ್ ಬುಖಾರಿ ಚುಂಟು لا اخذ الحديث ممن يكذب على البهائم ಮಿರ್ಗತ್ತಟ್ಟಿಗೆ ಕಲವು ಚೊಲ್ಲ ಅಲ್ಲ ಹದೀಸ್ ರಕ್ಕ ಬೇಡ ಚುಂಟು മനുഷ്യരട്ടിಗೆ കലവ് ചൊല്ലല്ല മിർഗത്തിട്ട് നിങ്ങൾ കലവ് ചൊന്നാറല്ലേ മിർഗത്തെ നിങ്ങൾ എന്താക്കിയാറ് സോപ്പാട്ടിട്ട് നിങ്ങൾ ആ മിർഗത്തെ നിങ്ങൾ വിളിച്ചാറ് മിർഗത്തിട്ടിಗೆ കലവ് ചൊല്ലല്ലേ ഹദീസ് റക്ക് വേണ്ട ചൊന്നിട്ട് ഇമാം ബുഖാരിലുള്ളതാണ് പോയ തെരുടെ അങ്ങനെ റിട്ടേൺ ಬಂತು ചൊന്നിട്ടായിട്ട് ഒരു ഹദീസിಗೆ വേണ്ടിയിട്ട് എത്രയോ കിലോമീറ്റർ നടന്ന ഇമാം ബുഖാരിലുള്ളതാണ് ഈ മനുഷ്യ ആ വൺറ്റടെ സോപ്പാട്ടിയ കാരണത്തില് കലവ് ചൊന്ന കാരണത്തില് നിങ്ങൾ ഹദീസിനെ കാവല ചൊന്നിട്ടു ഇമാം ബുഖാരിലുള്ളതാണ് അതേപോലെ റിട്ടേൺ ಬಂತು ചൊന്നിട്ടായിട്ട് ചരിത്ര വെളിപ്പാട്ടുണ്ടായെങ്കിൽ നിങ്ങൾ നോക്കൂ ഒരു മഹാനായ റബീഅല്ലാഹു വലിയൊരു മഹാനായിട്ട് താബിയായിട്ട് അതില് എവിടത്തോളം ചെന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കലവ് പോലും ചൊല്ലാത്തൊരു മനുഷ്യായിട്ട് അഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അജലി റിബീബിന് ഖിറാസ് എന്നിട്ടായിട്ട് അറിയപ്പെട്ടിരുന്നത് താബിയായിട്ട് ജീവിതത്തിൽ ഒരു കലവ് പോലും ചൊന്നിട്ടിക്കലായാലും അത്രയും ജാഗ്രതയോട് ജീവിക്കുന്ന ഒരാളായിട്ട് അങ്ങനെ ഒരു നാൾ എന്തൊക്കെ ഒന്നുണ്ടാ ഒരു നാള് ഈ ജണ്ട് മക്കവും എന്തോ ഒരു കിതാപത്തെയാക്കിട്ട് തപ്പാട്ടി തിരിച്ചിടാറ്. ഇത് ആരെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്തിലായിട്ട് ഈ സംഭവം നടക്കുന്നത് എന്തോ ഒരു കിതാപത്തെയായിട്ട് എന്താക്കിറാറുണ്ട് ഇങ്ങനെ ജനൽ മുഞ്ചി തിരിച്ചിടാറ്. അങ്ങനെ ഈ ഹജ്ജാജ് ഈയിലെ തേടിയോണ്ട് ഈ രാജാവ് തേടിയോണ്ടുണ്ട് ഈയിൽ കിട്ടിയോണ്ടില്ല ഈ രണ്ട് മക്കവും കിട്ടിയോണ്ടില്ല. അപ്പ രായത്തിലെ ഒരാൾ ചൊന്നാറ് ഈയല്ലേ ആര് റിബീബിന് ഖിറാസുള്ള അല്ലേ നിരക്കരുടെ ഒരാൾ ചൊന്തു റിബീബിന് ഖിറാസ് അയാളെ ബാപ്പറട്ടിಗೆ നിങ്ങൾ കേൾക്കുക ആ ജണ്ട മക്കളെ ബാപ്പറട്ടിಗೆ കേൾക്കുക മക്ക എവിടെയുള്ളാറ് ചൊന്നിട്ടു. കാരണം എന്താ ചൊന്നില്ലെങ്കിൽ ബാപ്പ എങ്കില ജീവിതത്തിൽ ഒരാൾക്കും കലവ് ചെന്ന ആളല്ല ആരട്ടിಗೆ മേൽ കലവ് ചെന്ന മനുഷ്യല്ല. അപ്പൊ ഞങ്ങൾ എന്താക്കുക അയാളുടെ ബാപ്പറട്ടിಗೆ മേൽ കേൾക്കുക ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലാൻ പറ്റുമോ അപ്പ ഓക്കെ ഹജ്ജാജ് ചൊന്തു ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചൊന്തു ഓക്കെ ബാപ്പറ ബലിപ്പാട്ട് ചൊന്തു. അങ്ങനെ ബാപ്പക്ക് ആലെ കടത്തിട്ട് റിബീബിന് ഖിറാസ് ആലെ കടത്തിട്ട് അങ്ങനെ അയാൾ ಬಂತು ಹಜ್ಜಾಜ್ ಇಬ್ನು ಯೂಸುಫ್ ಬಂತು
വന്നിട്ടാകുമ്പത്തുക അയാൾക്ക് എടുത്ത് അയ്യനബനാക്ക് അല്ല നിങ്ങളെ രണ്ട് മക്കൾ അങ്ങ് വേണം ಕಾರಣ ಇನ್ನೇನವರು ಕಿತಾಪತಿ ಆಗಿಟ್ಟ ತಪ್ಪಾಟಿ తెచ్చిరారు ఆ జంట మక్కనంగ వేను నేను మత్తు గొంతుండా చందు కెడుతు కేటా మత్తుగా అప్ప బాపంద్ర చందు గొంతుండా హుమాపిల్ బైత్ ఆ జెండాలు అవుతులు వచ్చి ఇచ్చినారు ఆ జెండాలు అవుతులు నుంచి ఇచ్చినారు ಅವ್ರ ಅಬ್ಬಾಯನ್ನು ಸೇಫ್ ಹಾಕೊಂಡು ನೋಕಡೆ ಮಕ್ಕಳ ಕಲವು ಚಂದಿಟ್ಟು ಇಂಡಿಪೆಂಡೆಂಟ್ ಚಂದಂಡೆങ്കിൽ ಅವತಲು ಮಾತು ಆರೆಂಗಿಲ್ಲ ಕಲೆಕ್ಷನ್ ಮಾತು ಬಂದಂಡೆങ്കിൽ ಸ್ವಂತ ಮಕ್ಕಳಿಟ್ಟು ಚಂದು ಕಡ್ತೀರಿ ಅಪ್ಪ ಬರ್ತುಂಡು ಚಂದು ಅಲ್ಲಂಡೆങ്കിൽ ಹಾರೆ ಮೊಬೈಲ್ ಮಾತು ಫೋನ್ ಬಂದಿದ್ದ ಅಪ್ಪಡೆ ಓ ಕಡೆಡ್ತಿಟ್ಟಾಯ್ಟಿಕ್ಕಿರ ಬಂಡೆ ಅವತ್ತುಗಾಯ್ಟಿಕ್ಕಿರಿ ಕಾಲಿಕ್ಕೆ ಮುತ್ತು ಅವತ್ತಲಿಕ್ಕೆ ಮುತ್ತುಗಾಯ್ಟಿಕ್ಕಿರಿ ಕಾಲ್ ಬಂಡೆ ಕಾಲ್ ಬರಮತ್ತೆ ಅಬ್ಬ ಟಾಯ್ಲೆಟ್ಲು ಉಂಡು ಅಲ್ಲ ಅಬ್ಬ ಮೊಬೈಲ್ പോയിച്ചിട്ട് പുറത്ത് പോയിട്ട് വന്നിട്ട് മക്കളിട്ട് കലവ് ചൊല്ലു പാട്ടേ ഇങ്ങനത്തെ ഒരു കാലത്തിലായിട്ട് ഞങ്ങൾ ജീവിച്ചോണ്ടല്ലേ ഞങ്ങളെ മക്കൾ ഞങ്ങൾ റിട്ടേൺ കലവ് ചൊല്ലാറ് ചൊല്ലൊരു വിഷയം ഞങ്ങൾക്ക് ഒന്നില്ല ഞങ്ങളെ മക്കൾ കലവ് ചൊല്ല പടിപാട്ടി ഉണ്ടായെങ്കിൽ ഞങ്ങളെ മക്കൾ ഇതേപോലെ അല്ലേ ഓൻ എവിടെ ഇല്ല ആ സ്കൂളില്ലേ ഓ എവിടെ ഇല്ലേ ഓ എവിടെ പാർക്കുള്ളില്ലേ എന്ത് ഇത് പടിപാട്ടിയാറ് അബ്ബായാണ് പടിപാട്ടിയ അബ്ബായോട് ട്രെയിൻ കൊടുത്തരാ ട്രെയിനിങ് ആക്കിയരാ നീനിങ്ങനെ കലവ് ചൊല്ലു നാനും ഇങ്ങനെ കലവ് ചൊല്ലു ചെന്നപ്പോ മോൻ എന്താക്കിയ അപ്പൊ ഒന്ന് ചൊല്ലുമ്പോ മോൻ 10 കലവ് ചൊല്ലു അപ്പൊ രട്ടിക്കുക അപ്പൊ ഇത് ഞങ്ങൾ ഭയങ്കരമായിട്ടും ജാഗ്രതാക്കനായ ഒരു വിഷയമായിട്ട് അപ്പൊ ഈ എന്താക്കി തോന്നുന്നില്ല റിബീബിൽ ഖലാസിലുള്ള ചൊന്തു ഹുമാഫിൽ ബൈത്ത് രണ്ട് മക്കും അവത്തുള്ള ചീച്ചിരാറ് ചൊന്തു രണ്ടാലും അവത്തുള്ള ചീച്ചിരാറ് ചൊന്തു അപ്പ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്താക്കി തോന്നുന്നുണ്ട അപ്പടെ ഈ നേരസ്ഥ ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് ചൊന്തല്ലേ ചൊല്ലെ കാരണത്തിന് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചൊന്തു വേണ്ട നിങ്ങളെ മക്കളെ നിങ്ങൾ കുട്ടിയെ പണ്ടില്ല അങ്ങനെ നിങ്ങൾ മാപ്പാക്കി ചൊന്തു കാരണം അപ്പടെ ആ ഒരു പിന്നെ ആ ഒരു നേരസ്ഥായ കാരണത്തില് ആ മക്കളെ ഞങ്ങൾ ദ്വാക്കല്ല ചൊന്നിട്ടായിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു സംഭവ ഇമാം ഈ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതേപോലെ ആയിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു അതിലെ കാലത്തില് ഒർക്കയില് ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടുണ്ട് ജോർ സ്പീച്ച് ആക്കിയിട്ടുണ്ട് സ്പീച്ച് ആക്കി ചൊമ്മ നേരം സ്പീച്ച് ആക്കി അങ്ങനെ നിസ്കാരത്തെ ടൈം ആയിട്ട് അങ്ങനെ ഈ സ്പീച്ചിൽ കൂടിയ ഒരാൾ എന്താക്കി തോന്നുന്നു നെഞ്ചിന്റെ ചൊത്തു അസ്വല നിസ്കാരത്തെ ടൈം ആയിട്ട് ചൊത്തു നിസ്കാരത്തിന് ടൈം ಆಯ್ತು ವಕ್ತಂದು ಟೈಮ್ ಎಂದು ನಿಂಗೆಲ್ಲ ಕಾಕಿಲ್ಲ ರಪ್ಪು ಕೇಕಾಟು ಬಿಡುಲ್ಲ ಚೊಂದಿಟ್ಟು ಆರಟ್ಟಿಗೆ ಚೊಲ್ಡೆ ರಾಜ ಅವರಟ್ಟಿಗೆ ಚೊಲ್ಡೆ ಸ್ಪೀಚ್ ಇಪ್ಪಾಟವ್ರ ಮಯ್ಯಾವು ನಿಸ್ಕಾರತ ಟೈಮ್ ಆಯ್ತು ಚೊಲ್ತಾ ಇಲ್ಲ ಅಪ್ಪ ರಾಜ ಅವದಾಕಿ ಒಂದಡ അവിടെ കൊമ്പോയിട്ട് ജയിലിടൊരു ചൊല്തു രാജാവിടെ എതിർക്കല്ല ഇയാൾ പലക്ക പറഞ്ഞ് കൊമ്പോയിട്ട് ജയിലിടൊരു ചൊല്തു അങ്ങനെ ജയിൽ കൊമ്പോയിട്ട് ഇട്ടാറ് ജയിൽ ഇട്ടിട്ട് അങ്ങനെ ചുന്നാർ വന്നിട്ട് ജയിൽ കിട്ടങ്ങ ആ മനുഷ്യ അവർ പിരാന്ത ചൊല്ലുന്ന പിരാന്തകാകുമ്പത്തു പിന്നെ ഒരു മാപ്പുണ്ടല്ലേ ഇന്ത്യപ്പ നടക്കറങ്ങനല്ലേ ഈ പിന്നെ എയർപോർട്ടിൽ ബ്ലാസ്റ്റ് ആക്കിയിട്ട് ലാസ്റ്റ് കൊണ്ട് പിരാന്ത ചൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് വേഗം റിലീസ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടിരിക്കും ഇത് പണ്ടേ ഉള്ളതായിട്ടിരിക്കും അപ്പൊ വന്നിട്ട് ചൊന്നാറ് അന്നറജുല മജ്നൂൻ അയാളൊരു പിരാന്ത ചൊല്ലിച്ചു അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചൊന്തു ആ എന്നുണ്ടെങ്കിൽ അയാൾ പിരാന്തുണ്ടായെങ്കിൽ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ചൊല്ലണു നാ പിരാന്ത് ചൊല്ലിട്ടു അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ചൊല്ലിട്ടു നാ പിരാന്ത ചൊല്ലിട്ടു എന്നുണ്ടെങ്കിൽ നാ അയാൾ റിലീസ് ആക്കണ ചൊന്നിട്ടു ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചൊന്തു അങ്ങനെ അയാളെ കുട്ടിയെ വന്നാറ് കുട്ടിയെ വന്നിട്ടാകുമ്പത്തേക്കു ഹജ്ജാജ് ഇബ്നു യൂസുഫ് എടുത്ത് അല്ല നിങ്ങൾ പിരാന്തായിട്ട് അങ്ങനെ ചൊന്നരമാ ചൊന്ന് കേടുത്ത് നാണിങ്ങനെ സ്പീച്ച് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കു സ്പീച്ചിന് ഇപ്പാട്ടോ നിസ്കാരത്തെ ടൈം ആയിട്ട് ചൊന്ന് നിങ്ങൾ നാട്ടിൽ ചെന്നാറല്ലേ നിങ്ങൾ പിരാന്തിന്റെ കാരണത്തിൽ നിങ്ങൾ തലക്ക് സമയമില്ലേ ചൊന്നിട്ട് ഇങ്ങനെ കേടുത്ത് അപ്പയിൽ ചൊന്തു തലക്കെന്ത് സമയമില്ല നാ കറക്റ്റ് ഉള്ള ചൊന്തു നക്കല്ലാഹു തആല നല്ല ആരോഗ്യം തന്നടാ നക്ക് ആരോഗ്യം തന്നത് നാന്ത്രിക്ക് നിഷേധിക്കണോ അള്ളാഹു എന്റെ തലക്കെന്ത് പ്രോബ്ലം ആക്കിയിട്ടില്ല നല്ല കറക്റ്റ് ഇക്കുമ്പത്തേക്ക് ഞാൻ ചെന്നേ നക്കത് പിരാന്തൊന്നും ആയിട്ടില്ല നാ കറക്റ്റ് ഉള്ള ചൊന്തു ഇത് കേക്കലോട് കൂടെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു എന്താക്കി തോന്നുന്നുണ്ടാ ഫലമ്മാ റഅൽ ഹജ്ജാജു സിദ്ഖഹു ഇയല്ലേ ആ നേരസ്ഥ നാന് ഇല്ല റബ്ബ് തന്ന നിഅമത്തിനെ ഞാൻ എന്താക്കില്ല നിഷേധിക്കില്ല ആ കാര്യത്തിൽ നാ കലവ് ചൊല്ലില്ല നക്കെന്തും പിരാന്തില്ല നാ കറക്റ്റ് ഇക്കുമ്പത്തേക്ക് ആയിട്ടിക്കറ് നാ പലക്ക ചൊന്നരേ നണ്ട് നിങ്ങൾ റിലീസ് ആക്കിയില്ലെങ്കിലും സമ നാന് കറക്റ്റ് പിന്നെ പിരാന്തൊന്നും ആയിട്ടല്ല അങ്ങനെ ചൊന്നരേ ചൊല്ലുമ്പത്തേക്കും ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചൊന്തു നേരസ്ഥ ആയിട്ടിക്കറാള് ആ കലവ് ചൊല്ല മനുഷ്യല്ല ഇവിടെ ഒരു വേണ്ടയില്ലേ അതിൽ നേരസ്ഥായ കാലത്തില് അതിൽ റിലീസ് ആക്കി ചെന്നിട്ടു ഹജ്ജാജ് ഇബ്നു യൂസുഫ് സംഭവം ഇമാമിങ്ങ രേഖപ്പെടുത്തിയിരിക്കാറ് അപ്പൊ ഇങ്ങനത്തെ ധാരാളം സംഭവമായിട്ട് ഞങ്ങളെ മുന്നിലുള്ള എപ്പോഴും നേരസ്ഥാവണു അതായിട്ട് ഖുർആൻ ചൊന്നേ നീ എപ്പോഴും നേരസ്ഥാവോറും നേർഗി എപ്പോഴും തെരുണ്ടു ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നിൽ പഠിപ്പാടിത്ത് അല്ലാഹു തആല അവൻ തന്നെ നാവലും നേര് മാത്രം ചൊല്ലണു അല്ലാഹുവേ നീ ഞങ്ങൾ തൗഫീഖ് നൽകണം റഹ്മാനെ വഖൂനു മഅസ് സ്വാദിഖീൻ ചൊല്ലുന്നതിന്റെ ഖുർആൻ ചൊന്നേ ആ ഒരു വിഭാഗത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ ആമീൻ അസ്സലാമു